എന്തൊക്കെ ബഹളമായിരുന്നു. ആടാത്ത കപ്പൽ, ലോകത്തില്ലാത്ത കപ്പിത്താൻ, തകരാത്ത സിസ്റ്റം, നമ്പർ 1 ആരോഗ്യ കേരളം. മാറി മാറി തള്ളി മറിച്ചവരെല്ലാം ഇപ്പോ മുണ്ടാട്ടം മുട്ടിയ അവസ്ഥയിലാണെന്നാണ് ഒറ്റമൈനയുടെ അഭിപ്രായം. തിരുവനന്തപുരത്തെ സർക്കാർ ആശുപത്രിയിൽ ചികിത്സ തേടിയെത്തി സർജറിക്ക് വിധേയയായ സുമയ്യ എന്ന വീട്ടമ്മയുടെ ശരീരത്തിനുള്ളിൽ 1/2 മീറ്റർ നീളമുള്ള സർജിക്കൽ ട്യൂബും ശസ്ത്രക്രിയക്കാർ ഒളിപ്പിച്ചു. ഓപ്പറേഷൻ തിയേറ്ററിൽ നിന്നും സകലതും കാണാതെ പോകുന്നതായ പേരുദോഷം നിലനിൽക്കുമ്പോൾ ട്യൂബ് കടത്തിയ കുറ്റത്തിന് പാവം വീട്ടമ്മ പിടിയിലാവുമോ എന്ന ആശങ്കയിലാണ് ഒറ്റമൈനയും. നമ്പർ 1 ആരോഗ്യ കേരളം എന്ന തല്ലിപ്പൊളി വണ്ടിയുടെ ചക്രങ്ങൾ അപ്പാടെ തകരാറിലായിട്ടും പ്രതിപക്ഷ പാർട്ടികളിൽ ആരും ക മ എന്നൊരക്ഷരം മിണ്ടുന്നതേ ഇല്ല. സർക്കാർ ആശുപത്രിയിലെ ചികിത്സാ പിഴവുകൾ ചൂണ്ടിക്കാട്ടിയിട്ടും ആരോഗ്യമന്ത്രിക്ക് മറുപടിയില്ല. ചികിത്സാ പിഴവ് മൂലം ഏതെങ്കിലും മന്ത്രിക്കോ ഭരണ പ്രതിപക്ഷ MLA മാർക്കോ വല്ല ബുദ്ധിമുട്ടും ഉണ്ടായിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്നേ ഉത്തരമുള്ളൂ. കെട്ടിടം തകർന്നു വീണ് രോഗി മരിച്ചാലും കൂട്ടിരിപ്പുകാര് ചത്താലും തീപിടുത്തം ഉണ്ടായാലും ഞാനിതൊന്നും അറിഞ്ഞില്ലേ രാമനാരായണ എന്ന മട്ടും ഭാവവുമാണ് സകലർക്കും. വയറിനുള്ളിൽ കത്രിക വെച്ച് മറന്നതും, വിരൽ മുറിക്കാൻ ചെന്ന കുട്ടിയുടെ നാവ് മുറിച്ചതും, വലതുകാലിൽ പ്ലാസ്റ്റർ ഇടാൻ ചെന്ന രോഗിയുടെ ഇടതുകാലിൽ പ്ലാസ്റ്റർ ഇട്ടതും, മരുന്ന് മാറി കുത്തിവെച്ച് രോഗി മരിക്കുന്നതുമെല്ലാം എവിടെയാണെന്ന് ചോദിച്ചാൽ അതിനുള്ള ഉത്തരവും നമ്പർ 1 ആരോഗ്യ കേരളം തന്നെ. പാവപ്പെട്ട രോഗികൾ എന്തുറപ്പിലാണ് സർക്കാർ ആശുപത്രികളിൽ ചികിത്സ തേടുന്നത്? CT, MRI സ്കാനിങ്, വില കൂടിയ രക്തപരിശോധനകൾ ഇവയ്ക്കൊക്കെ മെഡിക്കൽ കോളേജുകളിൽ പോലും വേണ്ടത്ര സൗകര്യമില്ല. കുട്ടിമോതിരങ്ങളും കെട്ടുതാലിയും പണയം വെച്ചും വിറ്റും സ്വകാര്യ ആശുപത്രികളെ ആശ്രയിക്കുന്നത് ആയിരങ്ങളാണ്. H1N1, ഇൻഫ്ലുവൻസ, ഫ്ലൂ, കോവിഡ് എന്നിവ ബാധിച്ച് സ്വകാര്യ ആശുപത്രികളിലും ധാരാളം പേർ ചികിത്സയിൽ കഴിയുന്നു. ജനം നരകയാതനയിൽ കഴിയുമ്പോഴാണ് നമ്മുടെ ഒരു റീൽസ് മന്ത്രി കുടുംബ പരിവാരങ്ങളെയും കൂട്ടി അങ്ങ് ബാങ്കോക്കിൽ പോയി മറ്റു രാജ്യങ്ങൾക്കൊപ്പം ടൂറിസം വികസിപ്പിച്ചു എന്ന പേരിൽ ഒരു കുഞ്ഞൻ ട്രോഫി വാങ്ങിയത്. ദോഷം പറയരുതല്ലോ, അതും മന്ത്രി റീൽസ് ആക്കാൻ മറന്നില്ല. ജനത്തിന്റെ നികുതിപ്പണവും വാരി അമേരിക്കയിൽ പോകുന്ന അധികാരികൾ പാവം ഓട്ടുകുത്തികൾക്കും അവിടെ പോയി ചികിത്സിക്കാൻ ഒരവസരം ഉണ്ടാക്കി കൊടുക്കണേ എന്നാണ് ഒറ്റമൈനയുടെ പക്ഷം. അതാണല്ലോ അതിന്റെ ഒരു ഏത് കാട്ടിലെ തടി, തേവരുടെ ആന, ആർക്കെന്ത് ഛേദം, വലിയടാ വലി.